ഞാനൊന്ന് അബിനിലേക്ക് പോയി വരാം. ജയിക്ക് ഞാൻ അങ്ങേക്ക് കൂടി സമയം തരാം. നമ്മളൊരു 5 മിനിറ്റ് കൂടി ചർച്ച നീട്ടുന്നു. ദേവി ഇരുവരും ക്ഷമിക്കണം. അബിൻ, മറുപടി പറയാം അങ്ങേക്ക്. സോണിയാഗാന്ധിയുടെ കയ്യിൽ കിട്ടിയ ചരട് അത് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നത് അറിയണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേവലം ഒരു സുരക്ഷാ വീഴ്ച മാത്രമായിട്ട് കണക്കാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം പാട്ടുപാടുമ്പോൾ അതും കൂടി ഓർമ്മിക്കണ്ടേ എന്നാണ് ജയിക്ക് ചോദിച്ചത്. അബിൻ, 2 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പോകേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങൾ വായിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനകത്ത് കണ്ഠര് രാജീവർ, അതായത് ഒരു വാക്യം ഇതാണ്: ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രിസ്ഥാനം വഹിക്കുന്ന 13ാം പ്രതി രാജീവ് കണ്ഠര് ദേവസ്വം ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് 1ാം പ്രതി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇത് കൊടുക്കാനുള്ള ആദ്യത്തെ ഗൂഢാലോചന നടത്തുന്നത് ദേവസ്വം ബോർഡാണ് എന്നുള്ള കാര്യത്തിൽ ഇല്ലെങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ കിടക്കുന്ന സഖാക്കന്മാരൊക്കെ കുറ്റക്കാരാണ് എന്നുള്ളത് വീണ്ടും റിമാൻഡ് റിപ്പോർട്ട് പറയുകയാണെന്ന് ഞാനിന്ന് സാന്ദർഭികവശാൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. 2, രാജീവ് കണ്ഠരെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് ആ കാര്യത്തിൽ വ്യക്തമാണ്. തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അത് ആചാര ലംഘനത്തിന് ശിക്ഷിക്കപ്പെടണോ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്നുള്ളത് SIT അന്വേഷിച്ച് തീരുമാനിക്കട്ടെ. അതാണ് ആ വിഷയത്തിൻ്റെ നിലപാട്. രണ്ടാമത്തെ കാര്യം, സോണിയാഗാന്ധിയുടെ വീട്ടിലത്തെ കാര്യം. ഞാനിവിടെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു, ഞങ്ങൾ പിണറായി വിജയന് ഈ പറയുന്ന ഈ ക്ഷേത്രക്കൊള്ളയിൽ അല്ലെങ്കിൽ അമ്പലക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് ഇതേവരെ ആരോപിച്ചിട്ടുണ്ടോ അരുണേ? ഞങ്ങൾ ആരോപിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ വസ്തുതയില്ലാത്ത കാര്യത്തെപ്പറ്റി ആരോപിച്ചിട്ട് കാര്യമില്ലല്ലോ. മറ്റു പല ആളുകൾക്കും ഈ ഗൂഢാലോചനയിലും ഈ സ്വർണ്ണക്കൊള്ളയിലും പങ്കുണ്ടെന്നും അവരെ സംരക്ഷിക്കുകയാണ് എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇനിയിപ്പോൾ താങ്കൾ സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞു. ഞാൻ ശ്രീ അരുണോടൊരു കാര്യം പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2014 ശേഷമാണ് സോണിയാഗാന്ധിയുടെ അടുക്കൽ ഈ ഉണ്ണികൃഷ്ണ പോറ്റി പോയിട്ടുള്ളത്. ശബരിമലയിലെ കീഴ്ശാന്തി എന്ന ലേബലിൽ, അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു പ്രധാനി എന്ന ലേബലിലാണ് സോണിയാഗാന്ധിയുടെ അടുക്കൽ ചെല്ലുന്നത്. സോണിയാഗാന്ധിയുടെ അടുക്കൽ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയും കുടുംബാംഗങ്ങളും ചെല്ലുന്നു, അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു പ്രധാനിയായ കീഴ്ശാന്തിയും കുടുംബാംഗങ്ങളും ചെല്ലുന്നു എന്നുള്ള തരത്തിലാണ് അവിടെ ചെന്നതും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2019 ഈ കേസ് വരുന്നത് വരെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ണികൃഷ്ണ പോറ്റിയെക്കുറിച്ച് ഡ്യൂബിയസ് ആയിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ? അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ടുള്ളതായി ശ്രീ അരുൺ അറിയാമോ? 2019 മാത്രമല്ല അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. അപ്പം എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇനി സോണിയാഗാന്ധി ഒന്നും വേണ്ട, നാളെ റിപ്പോർട്ടർ TVയുടെ ആസ്ഥാനത്തിലിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റി എന്ന് പറയുന്ന ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കീഴ്ശാന്തി എന്ന ലെവലിൽ അല്ല ഒരു പ്രധാനപ്പെട്ട വ്യക്തി കുടുംബാംഗങ്ങളുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുമതി കൊടുക്കുമോ നിഷേധിക്കുമോ? ഒരു ഡ്യൂബിയസ് റെക്കോർഡും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ കൊടുക്കും, ആരാണെങ്കിലും കൊടുക്കും, മുഖ്യമന്ത്രിയാണെങ്കിലും കൊടുക്കും. കാര്യം എന്താ അറിയോ, എനിക്കൊന്ന് അതിനെക്കുറിച്ച് വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് അടുത്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ്. കീഴ്ശാന്തിക്കാരെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ശബരിമലയിൽ വലിയ ആ രീതിയിലുള്ള താന്ത്രികപരമായിട്ടുള്ള മൂല്യം ആ അർത്ഥത്തിലില്ലാത്ത ഒരാളാണ്. മേൽശാന്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. കീഴ്ശാന്തി എന്ന് പറയുന്നത് മേൽശാന്തിയുടെ പരികർമ്മി മാത്രമാണ്. അതായത് ഇത്തരം തന്ത്രവിദ്യകളോ ഇത്തരം കാര്യങ്ങളോ ഒന്നും ഈ കീഴ്ശാന്തിക്കാരൻ പഠിക്കണമെന്നില്ല. പഠിച്ചിട്ടുണ്ടാവില്ല. മേൽശാന്തിക്കാരനാണ്. അപ്പോൾ അതായത് വേണ്ടിയിട്ടൊരു കഴകക്കാരൻ എത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ജോലി കുറച്ച് കാണുകയല്ല. മേൽശാന്തി എത്തുന്നത് പോലെ വിശ്വാസപരമായ ഒരു മൂല്യം അതിലില്ല. അത് എന്തുകൊണ്ടാണ്? അതുപോലും മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ടാണ്? മേൽശാന്തി എത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. ശരി, രാജീവ് കണ്ഠരാണ് എത്തിയിരുന്നെങ്കിൽ നമുക്ക് തർക്കമില്ല, ഒരു വിഷയമേ ഇല്ല. പക്ഷേ എത്തിയതാരാ? രാജീവ് കണ്ഠരുടെ ഡ്യൂപ്പ് എന്ന് പറയാവുന്ന, ഡ്യൂപ്പ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, കീഴ്ശാന്തിക്കാരനാണ് എത്തിയത്. ആ കീഴ്ശാന്തിക്കാരന് കുടുംബസമേതം മിസൽ പ്രൊട്ടക്ഷനുള്ള സോണിയാഗാന്ധിയുടെ ജന്മത്തിൽ എങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടി? അല്ല, ഞാൻ അരുണെ ഒരു കീഴ്ശാന്തി വളരെ താഴ്ന്ന ആളാണ് എന്നുള്ള ഒരു നിലപാട് എനിക്കില്ല. ശബരിമലയിൽ എനിക്കോ നിങ്ങൾക്കോ സാധാരണ ഒരു പരികർമ്മിക്കോ ഇല്ലാത്തൊരു സ്ഥാനമുള്ള അല്ല ശബരിമലയിലെ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ അത് സാധാരണ പൊസിഷനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ആ വിശ്വാസ പ്രമാണങ്ങളുമായി ആ നിയമനം ദേവസ്വം ബോർഡ് വഴിയുള്ള നിയമനവുമല്ല. കൊണ്ടുവരുന്നത് 2007 കൊണ്ടുവരുന്നത് പോലും അയാളാണ്. അയാൾക്ക് ദേവസ്വം ബന്ധവുമില്ല. ഞാൻ ശബരിമലയിലെ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശ്വാസപരമായി ഒരു ഇതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു മറ്റൊരു വിശ്വാസത്തിൽപ്പെടുന്ന ആളാണ്. ഇപ്പൊ എൻ്റെ പള്ളിയിലെ ഒരു സഹവികാരി എന്ന് പറഞ്ഞാൽ അത് മെയിൻ വികാരി അല്ല, സഹവികാരിയാണെന്ന് പറഞ്ഞ് സഹവികാരിക്ക് ഒരു പോസ്റ്റ് ഇല്ല എന്ന് കരുതുന്ന ആളല്ല ഞാൻ. അതിന്റെ ശ്രദ്ധയിലെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ആ സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അന്ന് ഇയാളെ ഈ കീഴ്ശാന്തി എന്ന നിലയിലുള്ള പരികർമ്മ പരിപാലനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇയാളെ കുറിച്ച് പോലീസിന്റെ അടുത്ത് ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ടോ? ഇല്ല, പോലീസിന്റെ അടുത്തുമില്ല, ആരുടെടുത്തുമില്ല. ഇന്റലിജൻസിന്റെ കയ്യിലുണ്ടോ? ഇല്ല. ഇപ്പോൾ Z+ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സോണിയാഗാന്ധി അല്ലെങ്കിൽ UPA ചെയർപേഴ്സൺ ഒന്നും അല്ല എന്ന് 2014 ശേഷമാണ്. ആരുടെ അടുത്താണ് അന്വേഷിക്കുന്നത്?
സ്വാഭാവികമായിട്ടും ഇന്റലിജൻസിന്റെ അടുത്താണ്, ഇല്ലെങ്കിൽ പോലീസിന്റെ അടുത്താണ്. അല്ല, പക്ഷേ ഈ ഇയാൾ രണ്ടിടത്തുനിന്നും ആരാണെന്ന് അന്വേഷിക്കണ്ടേ? ഒരു ഇയാളല്ലേ നെഗറ്റീവ് റിപ്പോർട്ട് ശബരിമലയിലെ തന്ത്രി കിട്ടിയിട്ടുണ്ടോ? എന്നത് മിനിമം മനസ്സിലാക്കണ്ടേ? തന്ത്രിയാണ് എന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ. ഞാൻ പറയട്ടെ ശ്രീ അരുൺ, അങ്ങനെ സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ തീരെ ആക്സസ് ഇല്ലാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ. കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കാണാൻ പോയിട്ടുണ്ട്, കേരളത്തിലെ ഒരുപാട് സമുദായ നേതാക്കന്മാർ കാണാൻ പോയിട്ടുണ്ട്, അവർക്കൊക്കെ അപ്പോയിൻമെൻറ്റും കൊടുത്തിട്ടുണ്ട്, പല പള്ളികളിലെയും അമ്പലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഡൂബിയസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കാം. ഒരു ഡൂബിയസ് റെക്കോർഡ് ഈ സർക്കാരിൻ്റെ വേണ്ട 2019 വരെ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ കയ്യിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ നിന്ന് ആ താക്കോല് മേടിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ? സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ ചരട് കെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പർശിക്കണമെങ്കിൽ പോലും അത്രയും വലിയ സുരക്ഷാ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വരണ്ടേ? പക്ഷെ അയാൾ അപ്പോഴും ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. SPGയുടെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇനി ഇയാളെ റെക്കമെൻഡ് ചെയ്ത ഒരാളുണ്ടല്ലോ, അതാരാണെന്നുള്ളതിനെ കുറിച്ചൊരു വിവരം ഇതുവരെ ശ്രീ അരുൺ, ഞാൻ ഇപ്പോഴും പറയുന്നു, അന്ന് ശബരിമല ഇപ്പൊ താങ്കൾ പറയുന്നതനുസരിച്ച് ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ശബരിമലയിലെ വിശ്വാസപരമായ പൊസിഷനെ പറ്റി ധാരണയില്ലാത്ത വ്യക്തിയാണ് ഞാൻ, അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഞാൻ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണത് നമുക്ക് മറ്റൊരാളെക്കാൾ കുറച്ചുകൂടി ഉയർന്ന വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കറിയില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ശബരിമലയിലെ കീഴ്ശാന്തിയും അവരുടെ കുടുംബാംഗങ്ങളും ഒന്ന് സോണിയാഗാന്ധിയെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ വരുന്നവർക്കൊരു ഒന്നും സംഭവിക്കാനില്ല. പോയതുകൊണ്ടാണ് അന്ന് ആ സമയത്ത് ഇയാൾ ദേവസ്വം ബോർഡിന്റെ പേറോളിലുള്ള കീഴ്ശാന്തി അല്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് അയാളെ കുറിച്ച് ഒരു ഡ്യൂബിയസ് റെക്കോർഡ് പോലീസിന്റെ കയ്യിലോ ഇന്റലിജൻസിന്റെ കയ്യിലോ ഉണ്ടെങ്കിൽ ഞാനത് ചോദ്യമുണ്ട്. അതിൽ ജയിക്കിന് ഒരിക്കലും അതിനകത്ത് ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം സോണിയാഗാന്ധിനെ കണ്ടതിന് ശേഷമാണ് പിണറായി വിജയനെ കണ്ടത്. പിണറായി വിജയൻ ഇവരുടെ കയ്യിൽ നിന്ന് ഈ താക്കോൽ മേടിക്കുന്നത് സോണിയാഗാന്ധിയെ കണ്ടതിന് ശേഷം. അങ്ങനെ ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ DGPയുടെ സാന്നിധ്യത്തിൽ ഈ താക്കോൽ മേടിക്കാൻ പറ്റുമോ? ഞാൻ പൂർണ്ണമായി അതിനോട് യോജിക്കുന്നു. പക്ഷേ അത് തന്നെയാണ് ഇതിലെ പ്രശ്നം. പക്ഷേ ഇയാളെ ആര് റെക്കമെൻഡ് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. റെക്കമെൻഡേഷൻ അല്ലല്ലോ ശ്രീ അരുൺ. ഇത് ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഇല്ലാത്ത വ്യക്തി ശബരിമലയിലെ ഒരു പ്രധാനിയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പെർമിഷൻ കൊടുത്തു, ഒന്ന് കണ്ടു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു എന്നൊന്നും വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. കയ്യിൽ ചരട് കെട്ടി, രണ്ടാമത് പോയി സമ്മാനം കൊടുത്തു. ഗോവർദ്ധന്റെ സാന്നിധ്യം അവിടെയുണ്ട്. താങ്കൾ ഈ കയ്യിൽ ചരട് കെട്ടുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം, താങ്കൾ ഡൽഹിയിലടക്കം മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഡൽഹിയിൽ ഒരാളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ആരും ആയിക്കൊള്ളട്ടെ, അത് CPMന്റെ നേതാവായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ഈ ചരട് കെട്ടുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആചാരത്തിന്റെ ഭാഗം. താങ്കൾ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ താങ്കൾക്കറിയാം, ഈ ചരട് കെട്ടിയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ എന്താണ് അതെനിക്ക് തോന്നുന്നത് കോൺഗ്രസിലെ കയ്യിലേക്ക് ഒരാൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്താ കുഴപ്പം? അല്ല, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ആ ചരട് കെട്ടി കൊടുക്കുന്നത് ആരാണ്? ഇയാൾ തന്ത്രിയാണോ, ഇയാൾ ഒരു കൊള്ളക്കാരനാണോ എന്ന് അറിയണ്ടേ? വീണ്ടും ചോദിച്ചില്ലേ ശ്രീ അരുൺ, കൊള്ളക്കാരനാണ് എന്നൊരു റിപ്പോർട്ട് സംസ്ഥാന പോലീസിലുണ്ടോ? അബിന്റെ ആ ചോദ്യം വളരെ വാലിഡ് ആയ ചോദ്യമാണ്. എനിക്ക് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് പോലീസ് റിപ്പോർട്ട് ചെല്ലുള്ളൂ, ഇന്റലിജൻസ് റിപ്പോർട്ട് ചെല്ലുള്ളൂ. ആ ചോദ്യം പ്രസക്തമാണ്. ജയിക്കാൻ അതിന് മറുപടി ഉണ്ടോ? Debate with Dr. Arun Kumar.